തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടും സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾ കടന്നു വരുന്നത് നിങ്ങളുടെ കീശ വീർപ്പിക്കാനല്ല എന്ന് നന്നായിട്ട് അറിയാൻ, നിങ്ങൾ കടന്നു വരുന്ന ആ വഴിത്താരയിലെ കല്ലും മുള്ളും നീക്കാൻ മലനാട് TV നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു വാർഡ് മെമ്പറിന് വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആ വ്യക്തി അന്ന് ഒരു 2005 മുതൽ 5 വർഷക്കാലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ആൾ മതി, ഇനി തുടർന്നും ഞങ്ങൾക്ക് അങ്ങോട്ട്. നമ്മൾ ഇതുവരെയൊക്കെ വിചാരിച്ചിരുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സും ഗുസ്തിയും ഉണ്ടെങ്കിൽ ആ ഏതൊരുത്തരും രാഷ്ട്രീയത്തിൽ ശോഭിക്കാമെന്നാണ്. കേരള സംസ്ഥാനത്തിന്റെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പ്രതിദാനം ചെയ്യുന്ന ഓരോ വ്യക്തികളും ഒരു നിമിഷമെങ്കിലും ഈ വാർത്ത കേൾക്കാതെ പോകരുത്. ഇത്ര മനോഹരമായ ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയാണ് തൃക്കോവിൽവട്ടം പഞ്ചായത്തിന്റെ 21ാം വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന സുഗു എന്നുള്ളൊരു വ്യക്തി. രാജ്യം അനുശാസിക്കുന്ന ഈ പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വവും ജനത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ടൂളും ഓരോ വാർഡ് മെമ്പർമാരാണ്. അപ്പൊ നമ്മളുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യം അവിടെ മാനിക്കാതെ ആരാണോ അർഹയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ വാർഡിനെ അല്ലെങ്കിൽ എൻ്റെ ഗ്രാമത്തെ പ്രതിദാനം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ മാറ്റത്തിന് കാഹളം മൂറുകയാണ് ഇപ്പോഴത്തെ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുള്ള തെരഞ്ഞെടുപ്പ്. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരെക്കാളും വലിയ തത്വജ്ഞാനിയും വിദഗ്ധനുമായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയേണ്ടി വരും. ഇന്നും അവിടെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ അല്ല VSനെ ജനഹൃദയങ്ങളിൽ പതിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണപരമായ പദ്ധതികളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും. ഒരുപക്ഷെ വലിയ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനുള്ള തിരുമണ്ടന്മാർ രാഷ്ട്രീയക്കാർ കാണിച്ചിട്ടുള്ള പണ്ടത്തരങ്ങൾ പോലും കാണിക്കാത്തത് കൊണ്ടാണ് ഇന്നും മരണശേഷവും VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ സഖാവ് VS നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നത്. You are watching Malanar TV India, the first national integration channel. നമസ്കാരം. പഞ്ചവത്സരത്തോളം കാത്തിരുന്ന ആ മഹാമഹം അടുത്തെത്താറായി. കേരളക്കരയാകെ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിൻ്റെ ആ മാമാങ്കത്തിൻ്റെ ജനാധിപത്യ മാമാങ്കത്തിൻ്റെ ആവേശത്തിമുറപ്പിലാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം യുവജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ഗൗരവമായി കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ സവിശേഷത. പ്രധാനമായിട്ടും അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപക്ഷെ റാങ്ക് ഹോൾഡർ അടക്കമുള്ള യുവജനങ്ങൾ ഇന്ന് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രത്തെ സേവിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. അതിനകത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും കടന്നു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള കക്ഷി രാഷ്ട്രീയ ശൈലികൾ, രാഷ്ട്രീയ വൈര്യങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ഗോഗാവളികളും യുദ്ധങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ആരോഗ്യപരമാർന്ന ഒരു രാഷ്ട്രീയ ഇടപെടലിന് കേരളം സാക്ഷിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ ടെലിവിഷൻ തുറന്നാലും ഓൺലൈൻ മാധ്യമങ്ങൾ തുറന്നാലും ഇവിടെ ഈ സൈബർ പോരാളികൾ, രാഷ്ട്രീയത്തിൻ്റെ സൈബർ പോരാളികൾ ഏറ്റുമുട്ടുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. ചില മഴയ്ക്ക് ചില കൂണുകൾ കടന്നു വരുന്നു എന്ന് പറയുന്ന പോലെ മാധ്യമരംഗത്ത് സജീവ സാന്നിധ്യമല്ലാത്ത പലരും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് തങ്ങൾക്കാകുന്ന രീതിയിൽ തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയോ അല്ലെങ്കിൽ തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയെയോ സംരക്ഷിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ തെറി പറയുന്ന ആ രീതിയിൽ വരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വളരെ നിശിതമായി പേരെടുത്ത് ആക്രമിക്കുന്ന രീതിയിൽ നവമാധ്യമങ്ങളിലൂടെയും ഹാസ്യ രൂപേണ അവതരിപ്പിക്കപ്പെടുന്ന വാർത്തകളും കടന്നു വരുന്നുണ്ട്. എന്നാൽ മലനാട് TV ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനൽ എന്നുള്ള നിലയിലും അതിലേറെ രാജ്യത്തെ ഏക ദേശീയോഗ്രഥന മാധ്യമം എന്നുള്ള നിലയിലും മലനാട് TV ഈ പൊതു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇനി വരുന്ന ഒരു 5 വർഷക്കാലം എങ്ങനെ നമ്മൾ ഭരിക്കപ്പെടണം എന്നുള്ള ഒരു ചർച്ചയാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റാങ്ക് ഹോൾഡർ അടക്കമുള്ള വിദ്യാഭ്യാസ രംഗത്ത് വളരെ നേട്ടങ്ങൾ കൊയ്തെടുത്ത യുവതലമുറ കടന്നു വരുന്നു. എനിക്കൊന്ന് ഇവിടെ എറണാകുളം ജില്ലയിൽ 25 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആളടക്കം ഇന്ന് ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുമ്പോൾ അവരുടെയൊക്കെ ചിന്തകൾ നമ്മൾ പണ്ട് മുതലേ പരമ്പരാഗതമായി ചിന്തിച്ചിരുന്നത് പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം കീശ വീർപ്പിക്കുവാനുള്ള കൊള്ളയടിക്കുവാനുള്ള ഏരിയയാണ് എന്നുള്ള തോന്നലിലല്ല ഇവരാരും കടന്നു വരുന്നത്. ഞങ്ങൾ പഠിച്ച ചരിത്രപരമായിട്ടുള്ള പാഠഭാഗങ്ങൾ, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള വൈദഗ്ധ്യങ്ങൾ, ഞങ്ങൾ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസ നൈപുണ്യം
ഇതൊക്കെ നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇവരൊക്കെ കടന്നു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ കടന്നു വരുമ്പോൾ ഇരുകൈയും നീട്ടി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഒരു പക്ഷേ കക്ഷി രാഷ്ട്രീയം മറന്ന് നമ്മളുടെ മുമ്പിൽ ബാലറ്റ് പേപ്പറിൽ ആളുകളുടെ കണക്കുകൾ കടന്നു വരുമ്പോൾ, നിങ്ങൾ സമ്മതിദാനം രേഖപ്പെടുത്താനായിട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ആ പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ, അവർ ഒരുപക്ഷെ നമുക്ക് വിശ്വാസമില്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമായിരിക്കും അവർ സഞ്ചരിക്കുന്നത്. അപ്പം നമ്മളുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യം അവിടെ മാനിക്കാതെ ആരാണോ അർഹയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ വാർഡിനെ അല്ലെങ്കിൽ എൻ്റെ ഗ്രാമത്തെ പ്രതിനിധാനം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത്. ഇനി നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം തകർച്ചയിലേക്ക് പോകാൻ കാരണം രാഷ്ട്രീയ പാർട്ടികൾ സൈക്കോളജിക്കൽ ഒരു ഇമ്പാക്റ്റിലൂടെ ജനങ്ങളെ വശത്താക്കുന്ന രീതികളിലൂടെയാണ് ഈ പറയുന്ന വോട്ടിൽ ലീഡ് നേടുക എന്നുള്ളതാണ് പറയുന്നത്. അമേരിക്കയിലോ മറ്റ് വികസിത രാജ്യങ്ങളിലോ കാണുന്നത് പോലെയുള്ള പ്രസിഡൻഷ്യൽ ഡിബേറ്റിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ രാജ്യത്ത് ഈ വ്യക്തി നടത്തിയിട്ടുള്ള സേവന താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്കയിലടക്കമുള്ള ഫെഡറൽ രാജ്യങ്ങളിൽ വോട്ട് നൽകുന്നതെങ്കിൽ റിപ്പബ്ലിക്കായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് വോട്ട് നൽകേണ്ട സമ്മതിദാനം രേഖപ്പെടുത്തേണ്ട ആളിന്റെ കണ്ണും കാതും മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഉപയോഗപ്പെടുത്തി അവരെ ആ സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് തങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്ന തരത്തിലേക്ക് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ ഒരു സ്ട്രാറ്റജി വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർഹമല്ലാത്ത രീതിയിൽ അനർഹമായ രീതിയിലേക്ക് സ്ട്രാറ്റജിയെ വളച്ചൊടിച്ചുകൊണ്ട് ഒരുപക്ഷെ ബോധപൂർവം അധമ പ്രവർത്തനം നടത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് മേഖലയിൽ. അപ്പൊ തങ്ങളുടെ ആദ്യമേ നമ്മൾ കണ്ടിരുന്നത് എന്തായിരുന്നു? ചുവരെഴുത്തായിരുന്നു. ഇലക്ഷൻ കടന്നു വരുന്നത് തിരിച്ചറിയുന്നത് തന്നെ നമ്മൾ ചുവരുകൾ ബുക്ക് ചെയ്യപ്പെടുമ്പോഴാണ്. ബുക്കഡ് ഫോർ LDF, ബുക്കഡ് ഫോർ UDF, BJP എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. ആരോടും ചോദിക്കാതെയാണ് ഈ ബുക്ക് ചെയ്യുന്നത്. ആ ചുവരിൻ്റെയോ മതിലിൻ്റെയോ ഒക്കെ അവകാശികൾക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ല. വന്ന് പെയിന്റ് വെള്ള പൂശുക, അതിനകത്ത് എഴുതി വയ്ക്കുക ബുക്കഡ് ഫോർ സോ ആൻഡ് സോ. ഇനി അതിൻ്റെ മണ്ടയിൽ ആരെങ്കിലും എതിർ കക്ഷികൾ ഏതെങ്കിലും ഒരു പോസ്റ്റർ പതിപ്പിച്ചാൽ അവനുമായിട്ട് മല്ലയുദ്ധത്തിൽ ഏർപ്പെടുക, ഒന്നുകിൽ അവനെ കൊല്ലുക എന്നുള്ള പരമ്പരാഗത രീതിയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൈവരുന്നുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ. അപ്പം ഇന്ന് അതൊന്നും കാണാനില്ല എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾ കടന്നു വരുമ്പോൾ മർക്കട മുഷ്ടിക്കാരന്മാരുടെയും അല്ലെങ്കിൽ മൂക്കലാ രാജ്യത്ത് മുറിമൂക്കന്മാരായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഴിവുമില്ലാത്തവന്മാരുടെയും കാലം അസ്തമിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടത്, ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ 2-3 പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു വാർഡ് മെമ്പറിന് വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമ്മുടെ MLA, MP, മന്ത്രിമാർ പോലെയുള്ള ആ ഹൈയാർക്കി ലെവലിൽ നിന്നും ഇങ്ങനെ അറ്റം വരുമ്പം ഞാൻ കേവലം ഒരു വാർഡ് മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു വീട് നൽകുന്നതിനോ പാലം നൽകുന്നതിനോ റോഡ് നൽകുന്നതിനോ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനോ എനിക്ക് ചില പരിമിതികളുണ്ട്. എനിക്ക് മുകളിലേക്കുള്ളവരുടെ എല്ലാം പെർമിഷൻ അതിന് വേണ്ടതാണ്. വാർഡ് മെമ്പറിന് നൽകുന്ന പണം അല്ലെങ്കിൽ വാർഡ് മെമ്പറിന് അനുവദിക്കുന്ന ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ട് നമ്മുടെ ഗ്രാമത്തിന്റെ ഈ പറയുന്ന കാര്യങ്ങളിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിലപിക്കുന്ന വാർഡ് മെമ്പർമാരുടെ കാലം കഴിഞ്ഞു. ഞാൻ ഈ സാഹചര്യത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഇന്ന് അവസാന ദിവസമാണ് നോമിനേഷൻ കൊടുക്കാനുള്ളത്. നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. കേരള സംസ്ഥാനത്തിന്റെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പ്രതിദാനം ചെയ്യുന്ന ഓരോ വ്യക്തികളും ഒരു നിമിഷമെങ്കിലും ഈ വാർത്ത കേൾക്കാതെ പോകരുത്. ഇതൊരു വാർത്ത എന്നുള്ളതിലുപരി നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. പ്രധാനമായിട്ടും ഒരു 10-20 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ കുറിച്ചുള്ള നിരീക്ഷണം, ഇതൊക്കെ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് ഉള്ളത്. ഇവിടെ ഏറ്റവും എടുത്തു പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വാർഡ് മെമ്പർ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ രാജ്യം അനുശാസിക്കുന്ന ഈ പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വവും ജനത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ടൂളും ഓരോ വാർഡ് മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തി രാജ് തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡ് മെമ്പറിനും നിങ്ങളുടേതായിട്ടുള്ള ശക്തിയേറിയ ഇടപെടലിന് സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് നിങ്ങൾക്ക് കൈവരാൻ പോകുന്നത്. ഈ രാജ്യം
നാളിതുവരെ ഇലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 7 പതിറ്റാണ്ടിന് ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് എൻ്റെ രാജ്യത്തിൻ്റെ വികസനം ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ എൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാമത്തിൽ നിങ്ങൾ നടത്തുന്ന ഓരോ വികസനവും നാളെ രാജ്യത്തിൻ്റെ ചരിത്രപരമായ നേട്ടങ്ങളുടെ നാഴികക്കല്ലുകളാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇടപെടാൻ പോകുന്ന 5 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചതാകണം എന്നത് മാത്രമാണ് മലനാട് TV മുന്നോട്ട് വയ്ക്കുന്ന ഏക കാര്യം. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് 3 പേരെ ഞാനിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി പരിചയപ്പെടുത്താം. 3 ഘടകത്തിൽ 3 കക്ഷി രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്ന മലനാട് TV പലപ്പോഴും അദ്ദേഹത്തിന്റെ വാർത്തകൾ മുൻപ് സംപ്രേഷണം ചെയ്തിരുന്നു. LDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 2005 മുതൽ 2020 വരെ ഏകദേശം 10 വർഷത്തോളം തൃക്കോവിൽ വട്ടം പഞ്ചായത്തിന്റെ ഡീസന്റ് ജംഗ്ഷൻ വാർഡ്, അതായത് കഴിഞ്ഞ വർഷം വരെ 21ാം വാർഡായിരുന്നു, ഇന്നത് 22ആണ്. ഇന്ന് അദ്ദേഹം അവിടുത്തെ വാർഡ് മെമ്പർ അല്ല, അദ്ദേഹത്തിന്റെ പേര് സുഗു എന്നാണ്. അദ്ദേഹം ഒരു വാർഡ് മെമ്പറാണ്. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കേവലം ഒരു വാർഡ് മെമ്പർ മാത്രമാണ് സുഗു. പക്ഷെ സുഗുവിലേക്ക് മലനാട് TVയുടെയും എന്റെയും ശ്രദ്ധ എത്തിയത് അദ്ദേഹം ഒരു കരട് വികസന രേഖ പ്രസിദ്ധീകരിച്ചു. തന്റെ വാർഡിന്റെ വികസനത്തിന് തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ 21ാം വാർഡിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ അദ്ദേഹത്തിന്റെ അക്ഷയപാത്രം, അതുപോലെ തന്നെ അഹല്യ, അങ്ങനെ പലതരത്തിലുള്ള ഏതൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, കാരണം 1 വർഷത്തോളം കഴിഞ്ഞു ഈ ഒരു വാർത്ത ഞാൻ തന്നെയാണ് റീഡ് ചെയ്തതെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാനും അത് മനസ്സിൽ വെച്ച് ഓർക്കാനും കാരണം സുഗു എന്ന് പറഞ്ഞ 21ാം വാർഡിലെ മെമ്പർ ഒരു വികസന രേഖ പ്രസിദ്ധീകരിക്കുകയാണ്. തൻ്റെ വാർഡിൽ താൻ നടത്തിയിട്ടുള്ള പ്രവർത്തന വിവരങ്ങൾ ആ വികസന രേഖയിലേക്ക് കൊണ്ടുവരികയും എനിക്ക് ഇനിയും ഇവിടെ നടത്താൻ വേണ്ട കാര്യങ്ങൾ അത് വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, കാർഷിക മേഖലയിലാകട്ടെ, റോഡിന്റെ പൊതുഗതാഗത രംഗത്താകട്ടെ, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ എല്ലാത്തിനും തുടക്കം ആ അദ്ദേഹത്തിന്റെ വികസന രേഖയിലെ എല്ലാ പദ്ധതികളുടെയും തുടക്കം ആ എന്നുള്ള അക്ഷരം വെച്ചുള്ള പേരുകളിലാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുത. എത്ര മനോഹരമായ ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയാണ് തൃക്കോവിൽവട്ടം പഞ്ചായത്തിന്റെ 21ാം വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന സുഗു എന്നുള്ളൊരു വ്യക്തി. ആ വ്യക്തി അന്ന് ഒരു 2005 മുതൽ 5 വർഷക്കാലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ആൾ മതി, ഇനി തുടർന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും സംവിധാനം രേഖപ്പെടുത്തുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും കഴിഞ്ഞ ഈ 2005 വരെ ഉള്ള കാലഘട്ടത്തിൽ അവിടെ നിന്ന് തന്നെ വിജയിച്ചു. ഇപ്പോൾ അദ്ദേഹം ഈ ബ്ലോക്കിലോ ജില്ലയിലോ ഒക്കെയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സുഗു എന്ന് പറഞ്ഞ വാർഡ് മെമ്പർ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപരമായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിന്റെ പൂർണ്ണ തോതിലുള്ള ഇടപെടലിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഞാൻ അടുത്ത ഒരാളിനെ പരിചയപ്പെടുത്തുന്നത്. ഈ വരുന്ന ആള് എറണാകുളം ജില്ലയിൽ സൗത്ത് വാഴക്കുളം പഞ്ചായത്തിൽ 19ാം വാർഡിലാണ് മത്സരിക്കുന്നത്. നമ്മളിതുവരെയൊക്കെ വിചാരിച്ചിരുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സും ഗുസ്തിയും ഉണ്ടെങ്കിൽ ഏതൊരുത്തരും രാഷ്ട്രീയത്തിൽ ശോഭിക്കാമെന്നാണ്. നമുക്ക് തലമുതിർന്ന പല നേതൃത്വത്തിലിരുന്നവരും ഒരുപക്ഷെ ദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാകുകയും കേരളത്തിലെ നിരവധി തവണ കേരളത്തിന്റെ തലവരാകുകയും അതായത് മുഖ്യമന്ത്രിയാകുകയും ഒക്കെ ചെയ്തിട്ടുള്ള VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ മാത്രം. പക്ഷെ അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു ബഹുസ്വരതയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു കുഞ്ഞുനാൾ പോലെ അദ്ദേഹത്തിന്റെ ജോലി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ ആണ് പരിഗണിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരെക്കാളും വലിയ തത്വജ്ഞാനിയും വിദഗ്ധനുമായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയേണ്ടി വരും. ഇന്നും അവിടെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ അല്ല VSനെ ജനഹൃദയങ്ങളിൽ പതിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണപരമായ പദ്ധതികളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും ഒരുപക്ഷെ വലിയ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനുള്ള തിരുമണ്ടന്മാർ രാഷ്ട്രീയക്കാർ കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പോലും കാണിക്കാത്തത് കൊണ്ടാണ് ഇന്നും മരണശേഷവും VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ സഖാവ് VS നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തു പറയുന്നത് എറണാകുളം സൗത്ത് വാഴക്കുളം പഞ്ചായത്തിൽ 19ാം വാർഡിലേക്ക് കടന്നു വരുന്ന UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 32 വയസ്സുള്ള ഒരു റാങ്ക് ഹോൾഡറാണ്. MA എക്കണോമിക്സിൽ റാങ്ക് ഹോൾഡർ, HDC ബിസിനസ് മാനേജ്മെന്റിലും നൈപുണ്യം നേടിയിട്ടുള്ള ഗോപിക സരിൻ എന്ന് പറഞ്ഞ 32കാരിയാണ് സൗത്ത് വാഴക്കുളം പഞ്ചായത്തിന്റെ 19ാം വാർഡിനെ
ഇപ്രാവശ്യം പ്രതിനിധീകരിച്ചുകൊണ്ട് UDF പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമ്മതിദാനം രേഖപ്പെടുത്തുന്നത് എന്നും പറഞ്ഞ് ഈ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ മാത്രം കൈമുതലായതുകൊണ്ട് ഗോപിക സരിൻ ഈ പറയുന്ന സമ്മതിദാനം മുഴുവൻ നേടാൻ അർഹതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഗോപിക സരൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഗോപിക സരൻ ഇനി വേണ്ടത് രാഷ്ട്രീയ അവബോധത്തെക്കുറിച്ചുള്ള ജനറൽ നോളജാണ്. എന്തായാലും ഗോപിക സരൻ അക്കാഡമിക്കലായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൂടാതെ കലാപരമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള ദേശീയ തലത്തിലുള്ള മത്സരങ്ങളിൽ മോഹിനിയാട്ടത്തിനൊക്കെ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള കുട്ടി കൂടിയാണ്. എന്തായാലും കലാപരമായിട്ടും ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിലൊക്കെ വൈദഗ്ധ്യം നേടിയൊരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു പക്ഷേ 32 വയസ്സിനുള്ളിൽ താൻ അനുഭവിച്ചു പോന്നിട്ടുള്ള രാഷ്ട്രീയ സംരക്ഷണമില്ലായ്മ എന്ന് തന്നെ പറയാം. നമ്മളുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വമില്ലായ്മ, ആ രാഷ്ട്രീയ സുരക്ഷിതത്വമില്ലായ്മയെ അഭിമുഖീകരിക്കുമ്പം ഇനിയിപ്പം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഗോപിക സരനിൽ നിന്നും ഒരു വ്യക്തിക്ക് പോലും ഒരു ദോഷം സംഭവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊക്കെ കാണാനും അതൊക്കെ മനസ്സിലാക്കാനുമുള്ള ആർജവം ഈ അക്കാഡമിക്കൽ റാങ്ക് ഹോൾഡർ ആകേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ് ഗോപിക സരനുണ്ട്. അതുകൊണ്ട് തന്നെ ഗോപിക സരൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഇനി എതിരാളികൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഗോപിക സരനെ മാത്രം നിങ്ങൾ വിജയിപ്പിക്കണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പക്ഷേ നാളെ വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഗോപിക സരനിൽ നിന്നും വാഴക്കുളം പഞ്ചായത്തിൻ്റെ 19ാം വാർഡിൻ്റെ വികസനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ആള് ഞാൻ എടുത്തു പറയാനുള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്ന ഷിബു തിലകനെയാണ്. നിങ്ങൾക്കറിയാം, തിലകൻ മഹാനടനാണ്. നമ്മുടെ ചലച്ചിത്ര ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ തിരശ്ശീലയിൽ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെ തിളങ്ങി നിൽക്കുന്ന ഓർമ്മകൾ വരച്ചു കാട്ടിയ ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഷിബു തിലകൻ വരുമ്പോൾ അച്ഛൻ പലപ്പോഴും പ്രതിനായക വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്കറിയാം, ഒരു ചലച്ചിത്രം രൂപപ്പെടുമ്പോൾ പ്രതിനായകനായിട്ട് എത്തുന്നത് പലപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയക്കാരാണ്. ഏറെ സിനിമകളിൽ രാഷ്ട്രീയത്തിൽ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പ്രതിനായക വേഷം കെട്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അച്ഛൻ ചെയ്തിട്ടുള്ള ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നിറഞ്ഞ പ്രതിനായക വേഷം ഒരുപക്ഷെ പലരെയും നോവിച്ചിട്ടുള്ളതുപോലെ ഷിബു തിലകനെയും നോവിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെയാകരുത് ഒരു രാഷ്ട്രീയക്കാരൻ. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തിലകൻ എന്ന് പറഞ്ഞ മഹാനടൻ്റെ മകൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിലൂടെയും BJPയാണ് അദ്ദേഹം പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം കടന്നു വരുമ്പോൾ നാളെ കേരളത്തിൽ ഈ പറയുന്ന തൃപ്പൂണിത്തറ 20ാം വാർഡിലാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് ഷിബു തിലകൻ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയതമയും 19ാം വാർഡിൽ തൊട്ടടുത്ത വാർഡിൽ തന്നെ മത്സരിക്കുന്നത്. ഈ രണ്ടുപേരും വിജയിച്ചു എന്ന് വിചാരിക്കട്ടെ. ഈ രണ്ടുപേർക്കും എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ അന്തി ഉറങ്ങുന്ന, ഒന്നിച്ച് സഹവസിക്കുന്ന, ഒരേ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന, BJPയുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഭാര്യയും ഭർത്താവിനും ഈ പറയുന്ന തൃപ്പൂണിത്തറയുടെ ഇനിയുള്ള വികസനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വികസനത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ മാറ്റത്തിന് കാഹളം ഊതുകയാണ് ഇപ്പോഴത്തെ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇവിടെ നവമാധ്യമങ്ങളിലും ടെലിവിഷൻ ഗോഗാവിളികളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പറയുന്ന പരസ്പര തമ്മിത്തല്ല് വാർത്തകൾക്കല്ല മലനാട് ടിവിയിൽ പ്രാധാന്യം നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഈ പറയുന്ന നമ്മളുടെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സകല സ്ഥാനാർത്ഥികളും മലനാട് TV ഒന്ന് കാണണം. കാരണം നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരുന്നത് കില പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ ഇനി നേടേണ്ടിയിരിക്കുന്ന വൈദഗ്ധ്യം ഒരുപക്ഷെ മലനാട് TVയുടെ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്താം. പ്രധാനമായിട്ടും സംസ്ഥാന കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മളുടെ മുമ്പിൽ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥ വരച്ചു കാണിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ MLA ഫണ്ട് അതല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് അതിൻ്റെ അപര്യാപ്തത മൂലം ആ സഹയാത്രികൻ ദുരിതം അനുഭവിക്കാൻ ഇടവരരുത് എന്ന് വരച്ചു കാട്ടാനാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തൃശ്ശൂർ നടത്തറ പഞ്ചായത്ത്, അവിടെ അവർ ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച ശുദ്ധജലം വിതരണം ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് തൃശ്ശൂർ നടത്തറ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിച്ച വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഒരു NGO ആണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ പഞ്ചായത്തിന് അത് നടത്തിക്കൂടാ? അപ്പോൾ പൊതുജനങ്ങളുടെ ഈ ദാഹജലം അല്ലെങ്കിൽ ശുദ്ധജല ദൗർലഭ്യം മനസ്സിലാക്കി ഒരു NGO നടത്തറ പഞ്ചായത്തിൽ ഇടപെടുന്നു. പൈപ്പുകൾ വളരെ ശുദ്ധമായിട്ടുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പൈപ്പുകളിലൂടെയും നല്ല ഇറ്റാലിയൻ പൈപ്പുകളിലൂടെയും വെള്ളം വിതരണം ചെയ്യുന്നതിനും
ഇന്ത്യാലിയം ടാങ്കിൽ വെള്ളം ശേഖരിക്കുന്നതിനും 3-4 ഘട്ടങ്ങളിലൂടെ ഏറ്റവും ശുദ്ധജലം ശുദ്ധീകരിക്കുന്ന ജലം നൽകുന്നതിന് pH വാല്യൂ 7 എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നു. വേൾഡ് ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി ചെയ്യുന്നത്. ആ വാർഡിലെ 300ഓളം കുടുംബങ്ങൾ, ആ പഞ്ചായത്തിലെ 300ഓളം കുടുംബങ്ങൾ നൽകുന്ന അവരുടെ അഡ്വാൻസ് തുകയും കൂടെ ശേഖരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. പഞ്ചായത്തും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ്, റോഡ് ഡിവിഷനൊക്കെ ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടി പിന്നീട് ആദ്യം കൊടുത്ത അവരുടെ വൗച്ച് ഇതെല്ലാം എഗ്രിമെന്റുകളെല്ലാം മാറ്റിയിട്ട് റോഡ് കുഴിക്കുന്നതിന് 10 ഇരട്ടി വരെ വീണ്ടും ഫീസ് ഈടാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തൃശ്ശൂർ നടത്തറ പഞ്ചായത്തിലെ ദീർഘദൃഷ്ടികളുള്ള കുറച്ച് പേർക്ക് ഒരു വലിയ സമൂഹത്തിന് ശുദ്ധജലം ലഭ്യമാക്കുവാൻ ഒരു സിംഗിൾ നയാ പൈസ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഒരിക്കൽ ഗണേഷ് കുമാർ MLA പറഞ്ഞിരുന്നു, ഇവിടെ ഫണ്ടിന് അപര്യാപ്തതയില്ല, ഫണ്ട് ഏത് വഴിയൊക്കെ സമാഹരിക്കാമെന്നുള്ളത് നിങ്ങൾ വരൂ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ ആളാണ് ശ്രീ ഗണേഷ് കുമാർ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഫണ്ടിന്റെ പ്രശ്നമില്ല. ഫണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഫണ്ട് നമ്മളുടെ കൺമുൻപിലുണ്ട്. ആ ഫണ്ട് എങ്ങനെ കളക്ട് ചെയ്യണമെന്നും CSR പദ്ധതികൾ എങ്ങനെ കളക്ട് ചെയ്യണമെന്നും മലനാട് TV നിങ്ങളെ പഠിപ്പിക്കാം. എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, കക്ഷി രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടും സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾ കടന്നു വരുന്നത് നിങ്ങളുടെ കീശ വീർപ്പിക്കാനല്ല എന്ന് നന്നായിട്ട് അറിയാൻ. നിങ്ങൾ കടന്നു വരുന്ന ആ വഴിത്താരയിലെ കല്ലും മുള്ളും നീക്കാൻ മലനാട് TV നിങ്ങളോടൊപ്പം ഉണ്ടാകും. നാളുകളിൽ രാജ്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വളരെ വലിയൊരു വികസന മുന്നേറ്റം രാജ്യത്തുടനീളം ഉടലെടുക്കുവാൻ നിങ്ങളുടെ ഇടപെടലുകൾ കാരണമാകണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. You are watching Malanar TV India, the first national integration channel. This program brought to you by Parakat Nature Hotels and Resorts. DQ Face and Body Skin Friendly Soap. ICCS College of Engineering and Management. Mascom TMT 500D Steel Bar. പിന്തുടരാൻ ഒരു മികച്ച മാതൃക.